പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശ്വാസത്തിലൂടെ നമ്മുടെ ആത്മീയ ജീവിതം നമുക്ക് എത്രമാത്രം മുന്നേറാൻ കഴിയും എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വചനത്തിൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തിയവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. വിശ്വാസത്തിന്റെ നായകനാണ് നമ്മുടെ കർത്താവ്. ഇതിനെ പൂർത്തി വരുത്തിയവനാണ് നമ്മുടെ കർത്താവ്. അവൻ തനിക്കുണ്ടായിരുന്ന അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ തൻ്റെ ശരീരം കീറി മുറിച്ച് ആ ശരീരം നമുക്ക് വേണ്ടി പകർന്നു തന്ന കർത്താവിനെ ഒന്ന് നോക്കാമോ? ഇന്ന് മറ്റാരെയും അല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതം അനുഗ്രഹപ്രദമായി മുന്നോട്ടു പോകണമെങ്കിൽ ലോകത്തിലുള്ള പലതിനെയും നോക്കാം, കാണാം, അതിലേക്കുള്ള ആകർഷണം നമുക്കുണ്ടെങ്കിലും കർത്താവ് പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ: വിശ്വാസത്തിന്റെ നായകനും അതിന് പൂർത്തി വരുത്തിയവനുമായ യേശുവിനെ നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാമോ? നോക്കിയാൽ ഒരു ഗുണമുണ്ട്. നിന്റെ ജീവിതത്തിലെ പാപം, നിന്റെ ജീവിതത്തിലെ രോഗം, നിന്റെ ജീവിതത്തിലെ അസമാധാനം, നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, നിന്റെ ജീവിതത്തിലെ ദുഃഖങ്ങൾ, നിന്റെ കുടുംബത്തിന്റെ അസമാധാനങ്ങൾ, തകർന്നിരിക്കുന്ന നിന്റെ കുടുംബത്തിൽ, സന്തോഷമില്ലാത്ത നിന്റെ കുടുംബത്തിൽ, ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റാത്ത നിന്റെ കുടുംബത്തിൽ നീ യേശുവിനെ ഒന്ന് നോക്കാമോ? ഒന്ന് യേശുവെ ഒന്ന് വിളിക്കാമോ? യേശുവിന്റെ കൂടെ ഇന്നൊന്ന് ജീവിക്കാമോ? യേശു ഒരു ക്രിസ്ത്യാനിയുടെ മാത്രം ദൈവമല്ല. ഹിന്ദുവിനും മുസൽമാനും ഈ ലോകത്തിലുള്ള ചെറിയവനെന്നോ വലിയവനെന്നോ ജാതിയെന്നോ മതമെന്നോ ലിംഗമെന്നോ വർണ്ണമെന്നോ വർഗമെന്നോ വ്യത്യാസം കൂടാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന, എല്ലാവർക്കും വേണ്ടി ഒരേ ഒരാൾ ക്രൂശിൽ മരിച്ച ആ രക്ഷിതാവായ യേശു കർത്താവ് ലോകം മുഴുവനും യേശു ജനിച്ചപ്പോൾ യേശു ജനിച്ച ദിവസത്തെ ആഘോഷിക്കാൻ ഇടവന്നെങ്കിൽ യേശു ലോകത്തിലേക്ക് വന്നത് രക്ഷകനായിട്ടാണ് വന്നത്. യേശു വന്നത് തന്നെ മനുഷ്യകുലത്തിന്റെ പാപങ്ങളെ വഹിക്കാൻ വേണ്ടി വന്നത്. നമ്മൾ ആ യേശുവിനെ ഒന്ന് നമുക്ക് നോക്കാം. അവൻ നമ്മുടെ നടുവിലുണ്ട്. തിരുവെഴുത്ത് പ്രകാരം 2-3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചുകൂടിയോ അവരെ നടുവിലുണ്ടെന്ന് പറഞ്ഞവനായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഭാര്യയും ഭർത്താവും ഇരിക്കുന്നവരുടെ കൂടെ യേശുവുണ്ട്. നീ എന്ത് പറഞ്ഞാലും അവർ കേൾക്കും. നീ എന്ത് സംസാരിച്ചാലും കേൾക്കുന്ന ഒരു കർത്താവുണ്ട്. നീ എന്ത് കണ്ടാലും അത് കാണുന്നൊരു ദൈവമുണ്ട്. നീ എന്ത് ചിന്തിച്ചാലും ആ ചിന്തകളെ അറിയുന്നൊരു ദൈവമുണ്ട്. ഒന്നോർക്കണം, നിന്റെ പ്രവർത്തികളും നിന്റെ പ്രവർത്തനങ്ങളും നിന്റെ നടപ്പുകളും നിന്റേതെല്ലാം കാണുന്ന ഒരുവനാണ് വിശ്വാസത്തിന്റെ നായകനായ കർത്താവ്. അവൻ നിന്നെ നോക്കുന്നുണ്ട്. നീ അവനെ ഒന്ന് നോക്കാമോ? അവൻ നിന്റെ ജീവിതത്തെ മാറ്റിയും നിന്റെ ജീവിതത്തെ മാറ്റിയ ദൈവമാ, മാറ്റുന്ന ദൈവമാ, അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാ. രോഗിയാണേ എന്ന് പറഞ്ഞ് നീ വിഷമിക്കരുത്. രോഗം മാറ്റാൻ കഴിയുന്ന ഒരു കർത്താവാണ് നമ്മുടെ ദൈവം. ദുഃഖിച്ച് നീ പ്രയാസപ്പെട്ട് എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് പിന്നോട്ട് നിൽക്കരുത്. എല്ലാവർക്കും വേണ്ടി തന്റെ ജീവനെ പകർന്നു തന്ന് സ്നേഹിതന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പറഞ്ഞവൻ നമ്മുടെ കർത്താവായ യേശുവാണ്. അവനെ ഒന്ന് നോക്കാമോ? മറ്റാരെ നോക്കിയത് കൊണ്ട് കാര്യമില്ല പ്രിയമുള്ളവരെ. ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുക, നിങ്ങൾ ഇന്ന് ഈ മാസ അവസാനത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ അവനെ ഒന്ന് നോക്കാവോ? നിങ്ങളെ അവനെ നോക്കിയൊന്ന് പ്രാർത്ഥിക്കാമോ? നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷിതാവായിട്ടൊന്ന് ഏറ്റെടുക്കാമോ? മറ്റൊന്നും വേണ്ട, യേശു മാത്രം മതിയെന്ന് പറയാമോ? യേശു മാത്രം എൻ്റെ ജീവിതത്തിൽ മതിയെന്ന് പറയാമോ?
യേശു മാത്രം നിങ്ങളുടെ കുടുംബത്തിൽ മതിയെന്ന് പറയാമോ? യേശു നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. യേശു നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷം തരാൻ പോവുക, സമാധാനം തരാൻ പോവുക. ഈ വചന സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ചില കെട്ടുകളെ അഴിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഇത് പറയിപ്പിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ബന്ധനങ്ങളെ വിടുവിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഇത് പറയിപ്പിക്കുന്നത്. ഈ വചനം നിങ്ങളുടെ അകത്ത് ക്രിയ ചെയ്യുന്ന സമയം മുതൽ നിങ്ങൾ ഇന്നു മുതൽ മാറ്റം സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇന്ന് മാറ്റുന്ന ദൈവം, ഒരിക്കലും മാറാത്തവനായ ദൈവം നമ്മെ മാറ്റിയവനാണ്. അവന്റെ കൃപയ്ക്കായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഈ പ്രഭാതം തന്നവരെ, നിന്റെ നാമം എന്നും മഹത്വമെടുക്കേണ്ടതിനാ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ശക്തി കൊണ്ട് എന്നെ നിറയ്ക്കണം. അവിടുത്തെ അഭിഷേകത്തെ എന്നെ നിറയ്ക്കണം. യേശു മഹത്വമെടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.